ബിഗ് ബോസ് വീട്ടില് ജിൻഡോ പൊട്ടനാണ്, മണ്ടനാണ്, കള്ളനാണ് എന്ന് പറയുന്നവർക്ക് ജിൻഡോയുടെ പൊട്ടൻഷ്യൽ അറിയില്ല. ജിൻഡോ ഭയങ്കര ബുദ്ധിയുള്ള കളിക്കാരനാണ്. കുശാഗ്ര ബുദ്ധിയുണ്ട്, കൂർമ്മ ബുദ്ധിയുണ്ട്. അപ്പൊ അതിന് ഇന്നത്തെ ലൈവിൽ കഴിഞ്ഞ സംഭവം ജിൻഡോ ശരിക്കും പറഞ്ഞ രശ്മിനെയും അർജുനെയും ചുരുക്കി പറഞ്ഞ പവർ ടീമിനെയും തേച്ചൊട്ടിച്ചു. അപ്പൊ തേഞ്ഞോട്ടൻ രശ്മിന്റെ ജീവിതം പിന്നെയും ബാക്കി എന്ന് പറഞ്ഞ പോലെ ഇന്ന് രാവിലെ നടന്ന സംഭവം എന്താന്ന് പറഞ്ഞാൽ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. നുണ പറയൽ ടാസ്ക് ആണ്, പേര് തന്നെ നുണ, അതാണ് ടാസ്കിന്റെ പേര്. സോ അവിടെ അവതരിപ്പിച്ച ഒരു കാര്യം ആ ടാസ്ക് ഞാൻ കണ്ടില്ല കേട്ടോ. ഇപ്പൊ ലൈവിൽ നടന്ന മാത്രമാണ് ഞാൻ കണ്ടത്. സോ ഇത് 1 മണിക്കൂർ എപ്പിസോഡിൽ എത്ര വരും എന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പൊ ടാസ്കിൽ ജിൻഡോ ഒരു കാര്യം പറഞ്ഞു. അതിനുശേഷം രശ്മിനെതിരെയാണ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം രശ്മിൻ നേരെ ക്യാമറയിൽ വരുന്നു, ബിഗ് ബോസിന്റെ അടുത്ത് അത് രജിസ്റ്റർ ചെയ്യുന്നു, ജനങ്ങളിലേക്ക് അത് രജിസ്റ്റർ ചെയ്യുന്നു. കാരണം രശ്മിൻ എന്താ പറയാ നോമിനേഷനിലുണ്ട്. ആകെ പുകഞ്ഞു രശ്മിൻ. അതിനുശേഷം ആ പരാതി നേരെ പവർ ടീമിന്റെ അടുത്ത് വരുന്നു. പവർ ടീം അത് കോടതി പോലെ വിളിച്ചു കൂട്ടുന്നു. അതിന്റെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് ശ്രീരേഖയാണ്. അങ്ങനെ പരാതിക്കാരി രശ്മിൻ ഇരിക്കുന്നു, കുറ്റാരോപിതനായ ജിൻഡോ അവിടെ നിൽക്കുന്നു. പിന്നെ ഇത് പറഞ്ഞതിന്, അതായത് പരാതി എന്താന്ന് പറഞ്ഞാൽ രശ്മിൻ പുറത്തു പോയിട്ട് വന്നപ്പോൾ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് വെളിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് രശ്മിൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന്. അത് കുറെ കാര്യങ്ങൾ, അതായത് പനിയായിട്ട് 2 ദിവസം പുറത്തു പോയി, 2 ദിവസം ഇല്ലാതിരുന്നല്ലോ, പുറത്തു പോയല്ലോ, ആശുപത്രിയിലൊക്കെ പോയല്ലോ. സോ അപ്പൊ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിനെ അപമാനിക്കുന്നില്ലേ? എന്നോട് ആരും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല, ഇത് ക്രൂ മെമ്പേഴ്സിനെ അപമാനിക്കുന്നില്ലേ? ഇപ്പൊ ജിൻഡോ കള്ളമാണ് പറയുന്നത്. ഇപ്പൊ അർജുൻ ഉള്ള സമയത്താണ് പറഞ്ഞു എന്ന് പറയുന്നു. അർജുൻ സാക്ഷിയാണ്. അങ്ങനെ എന്താണ് എന്റെ അടുത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ ക്രൂ മെമ്പേഴ്സ് എല്ലാം എന്നോട് പറഞ്ഞു എന്നാണ് ജിൻഡോ പറഞ്ഞത്. അതിന് അർജുൻ സാക്ഷിയാണ്. ജിൻഡോ പറഞ്ഞതിന് അർജുൻ സാക്ഷിയാണ് എന്നാണ് അവിടെ ഒരു കേസ് വെച്ചത്. ഉടനെ ശ്രീരേഖ എന്താണ് ജിൻഡോയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നോ പറഞ്ഞപ്പോൾ വളരെ നീറ്റായിട്ട് ജിൻഡോ അത് ഡിഫെൻഡ് ചെയ്തു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതോടുകൂടി രശ്മിൻ പറഞ്ഞു ജിൻഡോ പറഞ്ഞത് കള്ളമാണ് പറഞ്ഞത്, എല്ലാവരെയും അപമാനിക്കും തുല്യമാണ്, ഇത് ബിഗ് ബോസിന് തന്നെ അപമാനമാണ്, ക്രൂ മെമ്പേഴ്സിന് അപമാനമാണ് എന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ച് വരുത്തി തീർത്ത് വളച്ചൊടിച്ച് അവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. മുൻപ് എന്നെ കാണുമ്പോൾ കടിച്ചു കീറാൻ, എന്നെ വലിച്ചു കീറിക്കൊണ്ടിരുന്ന ഒരു രശ്മിൻ ഉണ്ടായിരുന്നു. ആ രശ്മിൻ വയ്യാതെ പുറത്തു പോയിട്ട് വന്നതിന് ശേഷം സൈലന്റ് ആണ്, ഒന്നും പറയുന്നില്ല, ഒന്നിനും വരുന്നില്ല. അതേസമയം എന്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പെരുമാറുന്നു. സോ സ്വാഭാവികമായിട്ടും അപ്പൊ എനിക്ക് തോന്നി അന്നുള്ള രശ്മിൻ വേറെ, ഇന്നുള്ള രശ്മിൻ വേറെ, ഇതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടുത്തെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ രശ്മിൻ പറഞ്ഞു അർജുൻ സാക്ഷിയാണെന്നുള്ളത്. ഉടനെ ശ്രീരേഖ അർജുനെ വിസ്തരിച്ചു. അപ്പൊ അർജുൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ക്രൂ മെമ്പേഴ്സ് പറഞ്ഞു, അതായത് ശ്രീരേഖ ചോദിച്ചത് എക്സാക്ട് വേർഡ്, ബിഗ് ബോസിന്റെ പുറത്തു പോയപ്പോൾ രശ്മിൻ പുറത്തു പോയപ്പോൾ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് ഇതുപോലെ എന്തെങ്കിലും പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ജിൻഡോ പറഞ്ഞത് അർജുൻ കേട്ടോന്ന് ചോദിച്ചപ്പോൾ ഇത്തരം വേർഡ് പറഞ്ഞില്ല, പക്ഷെ അങ്ങനെ ഒരു അർത്ഥം വരുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അതോടെ പൊട്ടി പാളീസായി. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. സോ അവിടെ തേഞ്ഞൊട്ടി രശ്മിൻ എന്ത് പറയണം എന്നുള്ളത് അറിയില്ല. അങ്ങനെ രശ്മിൻ ഇപ്പൊ നോമിനേഷനിൽ ഉള്ളത് കൊണ്ട് ജിൻഡോയ്ക്ക് ഒരു പണി കൊടുക്കാനായിട്ട് വരുത്തി തീർത്ത് എല്ലാം ഓടി ചാടി നടന്ന് ക്യാമറയിലും അവിടെ എവിടെയും പറഞ്ഞ് ബിഗ് ബോസിനും കൂട്ടുപിടിച്ച് ബിഗ് ബോസിന്റെ ടീം മെമ്പേഴ്സിനും കൂട്ടിപ്പിടിച്ച് കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് കോടതി മുഖാന്തരം പവർ ടീമിന്റെ വിലയും കളഞ്ഞ് സമയം കളഞ്ഞ് കൊണ്ടിരുത്തി ജിൻഡോനങ്ങ് തൂക്കിക്കയറ്റാൻ വേണ്ടി നോക്കിയതാണ്. അങ്ങനെ ഒരുപാട് ആരോപണങ്ങളൊക്കെ രശ്മിൻ എടുത്തിട്ടപ്പോ അഭിഷേക് പറഞ്ഞു എനിക്കിതിൽ ജിൻഡോ പറഞ്ഞതില് എവിടെയാണ് തെളിവ്? അതായത് ഇതൊരു ടാസ്കിൽ നടന്നതാണ്, നുണ പറയൽ ടാസ്ക് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നുണയാണ്, അതെങ്ങനെയാണ് കോടതിയിലേക്ക് വരിക? പിന്നെ ഇത് ആരോട് ജിൻഡോ അങ്ങനെ പറഞ്ഞു? അങ്ങനെ ആരെങ്കിലും തെളിവുണ്ടെങ്കിൽ എന്നെ ഒന്ന് കൺവിൻസ് ചെയ്യും, എനിക്കിത് അല്ലാതെ ഒന്നും മനസ്സിലായില്ല എന്ന് അഭിഷേക് പറയുന്നുണ്ട്. ഉടനെ സിബിൻ എണീച്ച് പറഞ്ഞു ഇത് ടാസ്കിനിടയിൽ നടന്ന ഒരു സംഭവമാണ്, അതിനൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുക, അതല്ലെങ്കിൽ എല്ലാവരുടെ ടൈമും വേസ്റ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നും പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സായി എണീക്കുന്നുണ്ട്. സായി പറയുന്നത് ടാസ്കിന്റെ പേര് തന്നെ നുണ പറയാൻ ടാസ്ക് അല്ലേ,
അതെങ്ങനെയാണ് ഇവിടെ ഒരു കംപ്ലൈന്റ് ആയിട്ട് വരുന്നത്? പിന്നെ ജിൻഡോ പറയുന്നു ഞാൻ അത്തരത്തിലൊരു വാക്കുകൾ പറഞ്ഞില്ല എന്നുള്ളത്. ഇപ്പൊ അർജുൻ പറയുന്നു അതിന് അർത്ഥം വെക്കുന്ന വാക്കുകളാണ് എന്നുള്ളത്. അപ്പൊ അവിടെ തന്നെ അത് പൊളിഞ്ഞില്ലേ? ജിൻഡോ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാലല്ലേ അതൊരു കുറ്റമാകുന്നുള്ളൂ. അല്ലാതെ ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ ജിൻഡോ പറഞ്ഞു എന്നുള്ളത് വരുത്തി തീർക്കുന്നതിൽ എവിടെയാണ് ഒരു ക്ലാരിറ്റി ഉള്ളത്? പിന്നെ സ്വാഭാവികമായിട്ടും പുറത്ത് പോയി ഒരു വയ്യാതെ 2 ദിവസം പുറത്തു പോയിട്ട് വന്ന ആളുകൾ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഒരു സ്വാഭാവികമായിട്ട് തോന്നും. മുൻപ് അങ്ങനെയായിരുന്നു, അതിനുശേഷം എന്താ ഇങ്ങനെ എന്നുള്ളത് തോന്നും. ഇനിയും ഇപ്പൊ ആരെങ്കിലൊക്കെ പുറത്തു പോകാം, വയ്യാതെയൊക്കെ ആയി കഴിയുമ്പോൾ ആരെങ്കിലും 1 ദിവസം 2 ദിവസം ആശുപത്രിയിലൊക്കെ പോയിട്ട് വരാം. അപ്പൊ അടുത്തുള്ളവർക്ക് വീണ്ടും തോന്നും ഇവരന്ന് അങ്ങനെയല്ലല്ലോ, ഇപ്പൊ എന്താ ഇങ്ങനെ എന്നുള്ളത് തോന്നാം, അത് സ്വാഭാവികം. പക്ഷെ അതിനെയെല്ലാം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാണ് എല്ലാവരുടെയും വിലപ്പെട്ട സമയം കളയുന്നത് എന്ന് സായം ചോദിച്ചതോടുകൂടി ആകെ വേർത്തു കുളിച്ചു രശ്മിൻ ബെബെന്നായി. ഇനി എങ്ങനെയെങ്കിലും ഇതൊന്നും തലയൂരി മതിയാക്കി പോയാ മതി എന്നായി. അങ്ങനെ ആ കേസ് അവിടെ ഒന്നുമല്ലാതാകാണ്. രശ്മിൻ വിചാരിച്ചത് ബിഗ് ബോസിനെയും എന്താ പറയുക ക്രൂ മെമ്പേഴ്സിനെയും എല്ലാം ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക കുറ്റം ആണ് ജിൻഡോ ചെയ്തത്. ഇതിലൂടെ ലാലേട്ടൻ വരുന്ന സമയത്തും ജിൻഡോയ്ക്ക് നല്ലൊരു പണി കൊടുക്കുക, അതുപോലെ ബിഗ് ബോസിനെ കൊണ്ട് പറഞ്ഞു കൊടുത്ത് നല്ല കണക്കിന് വാങ്ങിപ്പിക്കുക, അത് മാത്രമല്ല ജനങ്ങളിലേക്ക് ഇത് ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും ജിൻഡോനെ പഴിക്കും. അങ്ങനെയൊക്കെ വരുത്തി തീർക്കാനായിട്ട് രശ്മിൻ നടത്തിയ ഒരു നാടകമാണ് അവിടെ പൊട്ടി പാളീസായത്. ലൈവ് കണ്ടവർക്കറിയാം. ഇനി നമുക്ക് വൈകുന്നേരത്തെ എപ്പിസോഡിൽ എത്ര സമയം ഇതൊക്കെ ഇത്രയും ഇങ്ങനെ കാണിക്കുമോ എന്നുള്ളത് അറിയാം. അപ്പൊ ഇന്നിങ്ങനെ വളരെ രസകരം തന്നെ പറയാം. കാരണം ഇതുപോലെ തേഞ്ഞൊട്ടിയ രശ്മിനെ ഒന്ന് ആക്റ്റീവ് ആകാൻ നോക്കിയാണ്. നോമിനേഷനിലുണ്ടല്ലോ. അപ്പൊ മുൻപൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിരുന്നു. വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ആകെപ്പാട് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയാണ്. ഇത്തവണ നോമിനേഷനിൽ വന്നു. അപ്പൊ ഇതെങ്കിലും ജിൻഡോയുടെ മേലെ കയറി പിടിച്ചെങ്കിലും ഒന്ന് ആളാവാൻ നോക്കിയതാണ്. അതാണ് നൈസായിട്ട് തേച്ചൊട്ടിച്ചത് ജിൻഡോ. പിന്നെ അത് മാത്രമല്ല കാര്യമില്ലാത്ത ഒരു കാര്യത്തിന് പവർ ടീം അത് കോടതി പോലെ നിന്ന് അതിനൊരു മീഡിയേറ്റർ ആയിട്ട് നിന്ന് ശ്രീരേഖയ്ക്കും ഇത് ആവശ്യമില്ലാതെ ഉള്ളി പൊളിച്ചാൽ കഴമ്പില്ല എന്ന രീതിയിൽ ഒരു എല്ലാവരുടെയും സമയം വേസ്റ്റ് ചെയ്ത ഒരു പേരും കിട്ടി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ജിൻഡോന്റെ ബുദ്ധി അപാരം തന്നെ തേച്ചൊട്ടിച്ചു അർജുനെയും രശ്മിനെയും. എന്തായാലും രശ്മിൻ ഇനി ഇതുപോലൊരു പണി കിട്ടാനില്ല. അങ്ങോട്ട് പരാതി കൊടുത്തിട്ട് എല്ലാം വാങ്ങി ചോദിച്ച് വാങ്ങിയ കണക്ക് തേഞ്ഞൊട്ടിയിരിക്കുന്ന ഒരു രശ്മിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. കൂട്ടത്തിൽ സാക്ഷി പറയാൻ പോയ അർജുനും തേഞ്ഞൊട്ടിയിരിക്കണം. അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോരട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.